പാലാ നഗരസഭ ലണ്ടൻ ബ്രിഡ്ജ് തോണിക്കടവ് തൂക്കുപാലം പദ്ധതി പാസാക്കാൻ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ പദ്ധതിയെ എതിർത്ത പ്രതിപക്ഷ കൗൺസിലർമാർ എതിർപ്പ് പരിഗണിക്കാതെ പാലായുടെ വികസനത്തെ മുൻനിർത്തിയും ലണ്ടൻ ബ്രിഡ്ജിന്റെ ശാപമോക്ഷം കണക്കിലെടുത്തും തൂക്കുപാലം പദ്ധതി പാസാക്കിയിരിക്കുന്നു എന്ന ഒറ്റവാചകത്തിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പദ്ധതി പാസാക്കി. ചെയർപേഴ്സൺ പദ്ധതി സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകിയെങ്കിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാവ് ബിജു പാലപ്പടവൻ അതിന്റെ അപ്രായോഗിക വശങ്ങൾ സംസാരിച്ചു തുടങ്ങി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് പരിഗണിക്കാതെ പാലായുടെ വികസനത്തെ മുൻനിർത്തിയും ലണ്ടൻ ബ്രിഡ്ജിന്റെ ശാപമോക്ഷം കണക്കിലെടുത്തും തൂക്കുപാലം പദ്ധതി പാസാക്കിയിരിക്കുന്നുവെന്ന് ഒറ്റവാചകത്തിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞ് പദ്ധതി പാസാക്കി. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം വെച്ചെങ്കിലും മറ്റ് അജണ്ടകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ചെയർപേഴ്സൺ ചേംബറിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പാലായുടെ വികസനത്തിനും ശാപമായി കിടക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിന്റെ ശാപമോക്ഷം നൽകുന്നതിനുമെതിരെയുള്ള പദ്ധതികൾ എതിരെ നിൽക്കരുത് എന്നുള്ള അപേക്ഷ പ്രസംഗത്തോടെ ചെയർപേഴ്സൺ അടിയന്തര കൗൺസിൽ യോഗത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി നടപ്പാക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കെ മാണി സാറിന്റെ ഒരു സ്വപ്ന പദ്ധതി ഇപ്പോൾ 5.5 കോടി രൂപ ഇവിടെ വെറുതെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയായ വിഷമമുണ്ട്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളൊരു പ്രൊജക്ട് കൊണ്ടുവരും. അത് ദയവ് ചെയ്ത് അത് മുടക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് പറയാനുള്ളൂ. ഇതൊരു രീതിയിലും നടത്തത്തില്ല എന്നാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാണെങ്കിൽ ഇതിന്റെ ഫണ്ടിനെ പറ്റി ഞാൻ നേരത്തെയും ക്ലാരിഫൈ ചെയ്തായിരുന്നു, വീണ്ടും ക്ലാരിഫൈ ചെയ്യുകയാണ്. MP MLA ഉൾപ്പെടെ എല്ലാവരും നമുക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ടുള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് നമുക്ക് ഫണ്ടുള്ളതാണ്. പാലാ നഗരസഭയുടെ 79 ലക്ഷം രൂപ വെച്ച് മാത്രം ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യമല്ല. ഇതെല്ലാം നമ്മൾ ഫണ്ട് അത് പുറകെ നമ്മൾ കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. നമ്മുടെ ഇതിന്റെ എല്ലാ പെർമിഷനും ഇതിന്റെ എല്ലാ ടെക്നിക്കലും ലോ സൈഡും പൂർത്തീകരിച്ച് മാത്രമേ ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുകയെന്നും പറഞ്ഞിരുന്നു. ഇതിവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത കാര്യമാണ്. ഐഫോറിയ ന്യൂസ്, പാലാ.